ഇന്നൊരു ഒഴിവ് ദിവസമായതുകൊണ്ട് തന്നെ മക്കളും ഞാനൊക്കെ ഫ്രീ ആയിട്ടോ, സ്കൂളൊന്നുമില്ലല്ലോ. അപ്പോൾ പറമ്പിൽ ചേമ്പൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല വലിയ ചേമ്പായിരുന്നു കേട്ടോ. അപ്പോൾ നിറയെ വിത്ത് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നമ്മളിത് പറിക്കാൻ പോകുന്നുണ്ട്. വാഷ് ബേസിൽ നിന്ന് വെള്ളം പോകുന്ന ഭാഗത്താണിട്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം സ്ഥിരമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ഞാനൊരു പാഠം മനസ്സിലാക്കി എന്താണെന്ന് വെച്ചാൽ, വെള്ളം കിട്ടിയാൽ തന്നെ ചേമ്പ് നന്നായിട്ട് വളരുള്ളൂ. അത്യാവശ്യം നന്നായിട്ട് നല്ല വലിയ ചേമ്പായിരുന്നു കേട്ടോ. പക്ഷെ കിട്ടിയത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിരുന്നുണ്ട്. അപ്പം ഷാദും ഷെഹയും കൂടെ ഒക്കെ പോയി ചേമ്പൊക്കെ പറിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് അടുക്കളയിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടായിരുന്നു. ഒഴിവുള്ള ദിവസങ്ങളിലാണല്ലോ നമ്മൾ വീട് വൃത്തിയാക്കാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ ഏൽപ്പിച്ചുകൊണ്ട് നമ്മൾ മണൽ പ്രദേശം ആയതുകൊണ്ട് തന്നെ മക്കൾക്ക് തന്നെ പറിച്ചെടുക്കാൻ പറ്റാവുന്ന സ്ഥലമാണ്. അപ്പം എല്ലാവരും കൂടെ കൂടി ആ ചേമ്പൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു. ചേമ്പിൻ്റെ വിത്തൊക്കെ കിട്ടി. നമ്മൾ ചേമ്പൊക്കെ പുഴുങ്ങി സ്കൂളിലൊക്കെ കൊണ്ടുപോയി കഴിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ഇടുന്നത്. പിന്നെ അതൊക്കെ ബാക്കി വന്ന അതിൻ്റെ തള്ളഭാഗം എന്ന് പറയില്ല, അതൊക്കെ നട്ടു. പിന്നെ സ്കൂളിലൊരു ടീച്ചർ, സൗമ്യ ടീച്ചർ ചോദിച്ചിട്ട് സൗമ്യ ടീച്ചർക്ക് കൊണ്ടുപോയി കൊടുത്തു. പിന്നെ സ്കൂളിലാണെങ്കിലും ഞാൻ വീട്ടിൽ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നില്ല, പൊതുവേ മക്കളൊന്നും കഴിക്കാത്തതുകൊണ്ട് ഞാനത് പുഴുങ്ങിയിട്ട് സ്കൂളിലേക്ക് കൊണ്ടുപോയി നമ്മളെല്ലാവരും കൂടെ കഴിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അപ്പോൾ ജയാനും ഷാദും കൂടെയാണ് പറിക്കുന്നത്. ഷേഹയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. ഞാൻ അടുക്കളയിൽ മീൻ മുറിക്കുന്നതും ഉപ്പേരി വെക്കാനും ഒക്കെ ഉള്ള ആ ഒരു തിരക്കിലായിരുന്നു. അപ്പോൾ മോളെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചതാണ്. അപ്പോൾ രണ്ടുപേരും കൂടെ കഷ്ടപ്പെട്ട് പറിച്ചെടുക്കുന്നുണ്ടായിരുന്നു. ഷാദാണ് പറിച്ചെടുക്കുന്നത്, കണ്ടില്ലേ നിറയെ വിത്തുണ്ടല്ലോ. ഈ 2 ചേമ്പ് പറിച്ചിട്ട് ഞങ്ങൾക്ക് കിട്ടിയത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പുറത്തും കൂടെ നട്ടതുകൊണ്ടാണ് കേട്ടോ അത്യാവശ്യം കിട്ടിയത്. അല്ലെങ്കിൽ ഈ ഒരൊറ്റ ചേമ്പ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു നിറയെ വിത്തുണ്ടായിരുന്നത്. അത്രയും വലിയ അതിൻ്റെ ചെടി അത്രയും വലിപ്പമുണ്ടായിരുന്നു. അപ്പോൾ നിറയെ ചേമ്പ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് കിട്ടിയത് ഇതേപോലുള്ള ഒരു 3-4 കേട്ടോ. പിന്നെ അപ്പുറത്തും ചേമ്പ് നട്ടതുകൊണ്ട് മൊത്തത്തിൽ പറിച്ചതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ചേമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ച അത്രത്തോളം ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതേപോലെയുള്ള കൊച്ചു കൊച്ചു വീഡിയോ ആയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. ഇതേപോലെയുള്ള വേറൊരു വിശേഷം കൂടി ഇന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അതും കൂടി ഇന്ന് ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ആക്കണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ എന്താ പറയുക, എഡിറ്റ് ചെയ്തുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യം കൊണ്ട് ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അത് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അടുത്ത് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഓരോ ചെടി നടുകയാണെങ്കിലും മരം നടുകയാണെങ്കിലും അത് പൂക്കുന്നതും കായ്ക്കുന്നതും അതിൻ്റെ വിളവെടുപ്പൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. നമുക്കത് കൃഷി ചെയ്യുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ കേട്ടോ, എത്രത്തോളം സന്തോഷമുള്ള കാര്യമാണെന്ന്. കണ്ടില്ലേ, മക്കൾക്കും ഇഷ്ടമാണ് കേട്ടോ ചെടി ഉണ്ടാക്കാനാണെങ്കിലും. അവർക്ക് ചെടിനേക്കാളും ഇഷ്ടം ഇതേപോലെയുള്ള ചേമ്പ്, ചേന, കാച്ചിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും അത് വിളവെടുക്കാനും അത് ഇതൊക്കെ ആക്കാനായിട്ട് ഇഷ്ടം. അങ്ങനെ ലാസ്റ്റ് മക്കളത് പൊട്ടിച്ചെടുക്കുന്നത് കണ്ടപ്പോൾ ബാപ്പയും കൂടെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും കൂടെ ആയിട്ട് ചെയ്യുന്നത് അത്. അങ്ങനെ അത്യാവശ്യം മൊത്തത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാൻ എൻ്റെ സന്തോഷം എന്താണെന്ന് പറഞ്ഞിട്ടില്ല, അത് അടുത്ത വീഡിയോയിലാണ് കേട്ടോ പറയുന്നത്. അത് നിങ്ങൾക്ക് ഏകദേശം എൻ്റെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവാൻ ചെടിയായിട്ടും മരങ്ങളായിട്ടും കൃഷിയൊക്കെ ആയിട്ടും ബന്ധപ്പെട്ടിട്ട് ഞാൻ അധികം വീഡിയോ ഉണ്ടാവാം. പിന്നെ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ പുറത്ത് പോകുന്ന വീഡിയോയും ഷെയർ ചെയ്യാറുണ്ട്. പക്ഷെ ഇത് ശരിക്കും എനിക്കൊരു 2 വർഷം കൊണ്ട് എനിക്ക് സന്തോഷം തന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് ഞാൻ വീഡിയോ അതങ്ങനെ കണ്ടപ്പോഴേ തന്നെ എൻ്റെ അയൽവാസി താത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനിയിപ്പോൾ അടുത്ത കണ്ടൻറ്റായി യൂട്യൂബിലിടാനെന്ന്. അത് സത്യം പറഞ്ഞത് കണ്ടൻറ്റ് തന്നെയാണ്. പക്ഷെ അതിനേക്കാളേറെ എനിക്ക് സന്തോഷമാണ് കേട്ടോ. അത്രക്കും സന്തോഷം തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു കുഞ്ഞൊരു തൈ നട്ട് വളർന്ന് വലുതായി അത് പൂവിടുമ്പോഴും അതൊരു കുഞ്ഞു പൂവ് വരുമ്പോഴുള്ള സന്തോഷം, അത് കായ് വരുമ്പോഴും അതിനൊരു വിളവെടുക്കുമ്പോഴൊക്കെ ഉണ്ടാകുമ്പോഴൊരു സന്തോഷം ഉണ്ടല്ലോ, അത് കൃഷി ചെയ്യുന്നവർക്കാണെങ്കിലും ഇതിനോട് ഇഷ്ടമുള്ളവർക്കും ഉണ്ട്, അത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അത്രക്കും സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. നമുക്കൊരു കുഞ്ഞുണ്ടാകുന്ന അതേ ഫീൽ തന്നെയാണ് എനിക്ക് ഓരോ ചെടികൾ നട്ട് പിടിച്ച് വരുമ്പോഴും അതിൽ പുതിയ നാമ്പ് വരുമ്പോഴും പൂക്കൾ വരുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുവരെ ഇവർ പറിക്കുന്നതും ഇതിൻ്റെയൊക്കെ വീഡിയോ ആണ് കാണിച്ചിട്ടുള്ളത്. ഈ വീഡിയോയുടെ ലാസ്റ്റായിട്ട് നമുക്ക് എത്രക്ക് ചേമ്പ് കിട്ടിയെന്ന് നോക്കട്ടെ. ഈ ചേമ്പ് വെച്ചിട്ട് നമ്മൾ ചേമ്പ് പുഴുങ്ങും, കാന്താരിയും ചെറിയ ഉള്ളിയും ഒക്കെ ഇട്ടിട്ട് നമ്മൾ ചമ്മന്തി അരച്ചിട്ടത് കഴിച്ചത്. കണ്ടില്ലേ, ഇത്രക്ക് ചേമ്പാണ് കിട്ടിയത്. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ നട്ടിട്ട് സ്വന്തമായിട്ട് കൃഷി ചെയ്തിട്ട് ഒരു വളവും ചേർക്കാണ്ട് നമ്മുടെ നാച്ചുറലായിട്ടുള്ള വളങ്ങൾ മാത്രം ചേർത്തുണ്ടാക്കിയിട്ട് ഇത്രയും കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷമുള്ള കാര്യം തന്നെ അല്ലേ.